ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഇസ്കോൺ സൗത്ത് വൃന്ദാവൻ കൈപ്പറമ്പിലുള്ള രാധാറാണിയുടെ കിച്ചണിലാണ്. അപ്പോൾ ഇന്ന് നമുക്ക് വിശ്വംഭര വിജയദാസ് പ്രഭുവാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പനീർ വെജ് ബിരിയാണി നമുക്ക് ഉണ്ടാക്കി തരുന്നത്. ഇത് 100-200ഓളം പേർക്കുള്ളതാണ്. ഇപ്പോൾ ഒരു 10 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ പനീർ ഒരു 3 കിലോ, പിന്നെ എല്ലാ വെജിറ്റബിളും ഈ 2 കിലോനുണ്ട്. അരി വേവിക്കാനുള്ള വെള്ളത്തിൽ ഇവിടെ കിഴി കെട്ടിയിട്ട് കാണാം. അതിൽ നമുക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, കരിയാമ്പൂവ് അങ്ങനെ എല്ലാതും അതിൽ കിഴി കെട്ടിയിട്ട് ഇട്ടെടുക്കണേ. അപ്പോൾ കുറച്ച് നേരം അരി വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ടു. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ടുണ്ട്. ഇപ്പോൾ കിഴി കെട്ടിയത് അവിടെ തന്നെ വെച്ചോളാനാണ് പറഞ്ഞത് പ്രഭു. ചോറൊക്കെ വെന്തതിന് ശേഷം എടുത്ത് കളയണുള്ളൂ. പിന്നെ ആവശ്യത്തിന് കുറച്ച് നെയ്യും കൂടി ഒഴിക്കുന്നുണ്ട്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വറ്റിച്ചെടുക്കാം. ഇപ്പോൾ വീട്ടിൽ കുറച്ച് ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ അളവാണ് ഇപ്പോൾ പ്രഭു പറഞ്ഞു തന്നത്. പിന്നെ ഇവിടെ ഈ ഒരു ബിരിയാണിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാതും സെപ്പറേറ്റ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ പനീർ ഫ്രൈ ചെയ്തു, പൊട്ടാറ്റോ ഇടുന്നത്. അപ്പോൾ ആ വലിപ്പമൊക്കെ ഏകദേശം മുന്നേ കാണിച്ചു തന്നു. അപ്പോൾ ആ ഒരു ഇതിലെല്ലാതും ഫ്രൈ ചെയ്തു. ഇപ്പോൾ നമുക്കിവിടെ കാണാം പയർ വരെ ഇതിലിട്ടിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ പ്രഭു പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നന്നായി വഴറ്റിയിട്ടായാലും എടുക്കാം. പക്ഷേ ഇതൊരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. നമ്മളൊരു വട്ടമൊക്കെ കഴിച്ചു കഴിഞ്ഞാലാണ് അത് മനസ്സിലാവുന്നത് എന്താ ടേസ്റ്റ് എന്ന് പറയാം ഈ ഒരു പനീർ വെജ് ബിരിയാണി പ്രഭുവിൻ്റെ. പിന്നെ ഇത് അവിടെ കാബേജാണ്, കണ്ടില്ലേ, സബോളയുടെ ആ ഫ്രൈ പോലെ തന്നെ കിട്ടി. അപ്പോൾ നമ്മുടെ ആ കാബേജ് ഫ്രൈ ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ കുറച്ച് കായപ്പൊടി അതിൻ്റെ മുകളിൽ ഇടുന്നുണ്ട്. ആ കാബേജിൻ്റെ പച്ചപ്പ് അറിയേയില്ല. പിന്നെ ഇവിടെ ഇഞ്ചി പച്ചമുളക് അരച്ച് ചേർത്തുണ്ട്, തക്കാളി ഇട്ടുണ്ട്, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ഗരം മസാലപ്പൊടി, ബിരിയാണി മസാലപ്പൊടിയൊക്കെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ബിരിയാണി മസാല കുരുമുളക് പൊടി, ഇതാണ് ഫ്രഷ് ക്രീം. ആദ്യം ഇഞ്ചി പച്ചമുളക്, തക്കാളി, വേപ്പിൻ്റെ ഇല, പിന്നെ പുതിന ഇട്ടിട്ടുണ്ടോ? ഇപ്പോൾ ഫ്രൈ ചെയ്തിട്ടുള്ള എല്ലാ ഐറ്റംസും ആ മസാലയിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നല്ല മിക്സിങ് നടക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. കുറച്ച് തൈര് ഒഴിച്ചത് കണ്ടു, ഫ്രഷ് ക്രീം. ഇത് ബിരിയാണി റൈസ് മിക്സിങ്ങിൽ ചേർക്കാനുള്ളതാണ് ഇതൊക്കെ കേട്ടോ. കുറച്ച് ഇതിലിട്ടൂല്ലേ പ്രഭു? ഇപ്പം ദമ്മിടുമ്പോൾ കണ്ടില്ലേ, നട്ട്സ്, ഉണക്കമുന്തിരി, മല്ലിയില, പുതിനയില എല്ലാം മിക്സിങ് റയറായിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ബിരിയാണിയുടെ ആ ഒരു ഫൈനൽ സ്റ്റേജിലാണ് ഇപ്പം. നമുക്കിതിലേക്ക് ഒരു പിക്കിളും കൂടി കാണിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പിക്കിളാണ്. അപ്പോൾ ആദ്യം നല്ലെണ്ണയിൽ കടുക് പൊട്ടിച്ച് ഇഞ്ചി പച്ചമുളക് വേപ്പിൻ്റെ ഇലയൊക്കെ നന്നായി വഴറ്റിയതിന് ശേഷം ഗ്യാസ് ഓഫാക്കിയതിന് ശേഷമാണ് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, അതേപോലെ കുറച്ച് കായപ്പൊടി, പിന്നെ വറുത്ത് പൊടിച്ചിട്ടുള്ള ഉലുവയും കടുകും അതിൻ്റെ പൊടിയും ചേർത്തു നന്നായി മിക്സ് ആക്കുക. തലേദിവസം ഉപ്പിലിട്ട് വെച്ച ചെറുനാരങ്ങയാണ് അതിൽ മിക്സ് ആക്കിയിട്ടുള്ളത്. പിന്നെ കുറച്ച് ടേസ്റ്റിന് വേണ്ടി കുറച്ച് പഞ്ചസാര ആഡ് ആക്കുന്നുണ്ട്. പിന്നെ ലൂസിന് വേണ്ടിയിട്ട് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കാം.
വിനാഗിരി തിളപ്പിച്ചിട്ട് ഒഴിക്കാം. അപ്പോൾ അടുത്ത വിഭവമായിട്ട് അടുത്ത് തന്നെ വരുന്നതായിരിക്കും. എല്ലാവരും കാണുക, ഒക്കെ ഒന്ന് ചെയ്ത് നോക്കൂ. ഓക്കേ.